ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ടു ഷീബാസ് റെസിപ്പീസ്. ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് ചോറിനൊപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള വഴുതനങ്ങ ഉലർത്തിയത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യമേ ചീനിച്ചട്ടിയിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ചെറിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അത്യാവശ്യം വലിപ്പമുള്ള 10 എണ്ണം അരിഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു സവാള അരിഞ്ഞതും മീഡിയം സൈസൊക്കെ കാണും. കുറച്ച് കറിവേപ്പില ഇടാം. ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഉള്ളി ചെറുതായിട്ട് നിറമൊക്കെ ഒന്ന് മാറാൻ തുടങ്ങിയാൽ മതി. അതുവരെ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ ഇളക്കി കൊടുക്കാം. ഉള്ളിയൊക്കെ നല്ല തട്ട് സോഫ്റ്റായി ചെറുതായിട്ട് നിറമൊക്കെ ഒന്ന് മാറാൻ തുടങ്ങുന്നുണ്ട്. ഇത്രയും മതി, ഒരുപാടങ്ങ് നിറം മാറ്റണ്ട. ഇനി ഇതിലോട്ട് ഒരു തക്കാളി അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. മീഡിയം സൈസിലെ ഒരു തക്കാളി. ഈ തക്കാളി നല്ലതായിട്ടൊന്ന് വഴറ്റാം. ഇപ്പോൾ ഈ തക്കാളി നല്ലതായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിൽ വെക്കണം. ഇതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇളക്കി കൊടുക്കാം. 2 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചത്, ഫ്രഷായിട്ട് പൊടിച്ചത്. അത് 1/4 ടീസ്പൂൺ ജീരകം പൊടിച്ചത്, ചെറിയ ജീരകം പൊടിച്ചത്, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. ഈ ലോ ഫ്ലെയിമിൽ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ പൊടികളുടെ പച്ചമണം ഒന്ന് പോകാൻ വേണ്ടി 1 മിനിറ്റ് നേരം ഒന്ന് ഇളക്കി കൊടുക്കാം. 1 മിനിറ്റ് കഴിയുമ്പോൾ ഈ വെളുത്തുള്ളി ചതച്ചതും ഇട്ട് കൊടുക്കാം. മീഡിയം സൈസിൽ 6 വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ടുണ്ട്. അതും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. 1 മിനിറ്റ് നേരം ഒന്ന് ഇളക്കാം. വെളുത്തുള്ളിയും കൂടി ഇട്ട് കഴിഞ്ഞിട്ട്. അപ്പോൾ വെളുത്തുള്ളി ഈ സമയത്ത് ഇടുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ്. ഇതിപ്പോൾ പച്ചമണമൊക്കെ പോയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഈ വഴുതനങ്ങ അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. ഈ വഴുതനങ്ങ അരിഞ്ഞിട്ട് അരമണിക്കൂർ നേരം വെള്ളത്തിലിട്ട് വെക്കാമെങ്കിൽ അതിൻ്റെ ആ കാരമൊക്കെ ഒന്ന് പോയി കിട്ടും. ചില വഴുതനങ്ങയ്ക്ക് നല്ല കാരമുണ്ട്, ഒരു കയ്പ്പ് വരത്തില്ലേ. അപ്പം അങ്ങനെ വെള്ളത്തിലിട്ടിട്ട് ചെയ്യാമെങ്കിൽ അത് പോകും. ഇതിപ്പോൾ ഞാനങ്ങനെ വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വെച്ചേക്കുമായിരുന്നു. ഈ ഒരു സൈസിലാണ് കട്ട് ചെയ്തേക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇടാം. ഇത് ലോ ഫ്ലെയിമിൽ നല്ലതായിട്ടൊന്ന് ഇളക്കാം. അപ്പോൾ വെളിച്ചെണ്ണ വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. നല്ലതായിട്ട് ഇളക്കിയിട്ട് ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ച് വേവിക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കണം. ഇപ്പോൾ വഴുതനങ്ങ പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ചൊന്ന് കളറ് മാറ്റിയെടുക്കണം. ഇനി അടച്ചു വെക്കണ്ട. ഒരുപാടങ്ങ് വെന്ത് കുഴഞ്ഞു പോകരുത്. ഇതുപോലെ ഒന്ന് നിരത്തിയിട്ട് കൊടുക്കാം. മീഡിയത്തിൻ്റെ ലോ ഫ്ലെയിമിൻ്റെ ഇടയിലിടാം. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. അപ്പോൾ ഈ സമയത്ത് ഇതിലോട്ട് 1 ടീസ്പൂൺ ചതച്ചമുളക് ചേർക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ ആയിട്ടുണ്ട്. കുറച്ചൊരു ബ്രൗൺ കളറൊക്കെ ആയിട്ടുണ്ട്. ആ വഴുതനങ്ങയൊക്കെ കുറച്ചൊക്കെ ഒന്ന് നിറം മാറിയിട്ടുണ്ട്. ഈ സമയത്ത് കുറച്ച് മല്ലിയിലയും ഇട്ട് കൊടുക്കുക. നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. മല്ലിയില ഇഷ്ടമല്ലാത്തവർ ഇടണ്ട. ഇച്ചിരി കറിവേപ്പില ഇട്ട് എടുത്താലും മതി. അത്രയും മതി. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റായിട്ടുണ്ട് ഈ വഴുതനങ്ങ വരട്ടിയത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. നിങ്ങളുടെ കമൻസും ഒക്കെ അറിയിക്കണേ. താങ്ക് യു.